നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ഗോവിന്ദചാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളും നടത്തുന്നുണ്ട്. ഇതിന് പുറമെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവത്തെക്കുറിച്ച്, ഗോവിന്ദചാമി ചാടിപ്പോയ ജയിൽ ചാടിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക. അതിനിടെ ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയാണ് വിയ്യൂരിലേക്ക് എത്തിച്ചത്. അതിനിടെ ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ സഹ തടവുകാരെയും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ഒപ്പം KV ബൈജുവും ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കിയ കേസാണ്. കാരണം പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ തടവുകാരാണ്, പ്രതികളാണ് എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതോടൊപ്പം ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ രക്ഷപ്പെടാൻ കാരണമായതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ഉയർന്നു വരുന്നത്, വിമർശനങ്ങളാണല്ലോ ഉയർന്നു വരുന്നത്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഏതൊക്കെ തലങ്ങളിലായിരിക്കും അന്വേഷണം നടക്കുക? ഡാൻ, ഉന്നതതല യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവി റവണ ചന്ദ്രശേഖറും അതോടൊപ്പം ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇന്റലിജൻസ് മേധാവി P. വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതായത് നിലവിലെ ജയിലുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അതിലെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് പുറമെയാണ് 2 ഉന്നത ഉദ്യോഗ, അതായത് റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കൂടിയായ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസും അതോടൊപ്പം മുൻ ജയിൽ വകുപ്പ് മേധാവി കൂടിയുമായിരുന്ന അലക്സാണ്ടർ ജേക്കബിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമിതിക്ക് അവർ നേതൃത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവരുടെ തുടരന്വേഷണം, ആ അന്വേഷണത്തിൽ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ക്ഷമിക്കണം, അതായത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസാണ്. അദ്ദേഹത്തോടൊപ്പം ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, ഇവർ അടങ്ങുന്ന സമിതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി സർക്കാരിന് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കുക. അതോടൊപ്പം ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ ചില ഇടപെടലുകൾ വേണ്ടിവരും എന്നാണ് ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു പൊതുവായ ധാരണ. അതിന് പ്രകാരം വരുന്ന 3 മാസത്തിനകത്ത് സംസ്ഥാനത്തെ 4 പ്രധാനപ്പെട്ട ജയിലുകളിൽ ഈ ഇലക്ട്രിക് ഫെൻസിങ് അത് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തും. അതോടൊപ്പം ഈ അതീവ സുരക്ഷാ ജയിലുകളിൽ ഈ ഇൻ്റലിജൻ്റ് CCTV ക്യാമറ സംവിധാനം, അതായത് സൂക്ഷ്മതലത്തിൽ പരിശോധനകൾ നടത്താൻ ശേഷിയുള്ള ഇൻ്റലിജൻ്റ് CCTV ക്യാമറ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കും. മാത്രവുമല്ല, വിയ്യൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ കൊടും ക്രിമിനലുകളായ പാർപ്പിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ സെല്ലുകളുണ്ട്. അവിടെയുള്ള ഈ പ്രതികളെ, തടവുകാരെ അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക് മാറ്റുന്ന കാര്യത്തെക്കുറിച്ചും വിശദമായ കൂടിയാലോചനകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ജയിൽ ജീവനക്കാർ ഇത്തരം സംഭവങ്ങളിൽ ആരോപണ വിധേയരാകുന്ന പശ്ചാത്തലത്തിൽ 5 വർഷത്തിൽ ഒരിക്കൽ ഈ ജീവനക്കാരെ മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ യോഗത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേൾക്കേണ്ടി വന്ന ആക്ഷേപം ഇനി ഒരിക്കലും ഉണ്ടാകാനിടയില്ലാത്ത തരത്തിൽ കുറ്റമറ്റ സംവിധാനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ജയിലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായി ഇടപെടൽ വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരമാണ് വരുന്ന 3 മാസത്തിനകം സംസ്ഥാനത്തെ 4 പ്രധാനപ്പെട്ട ജയിലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നു. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ 3 മാസത്തിനുള്ളിൽ ഇലക്ട്രിക് ഫെൻസിങ് അടക്കം എല്ലാ ജയിലുകളിലും, ഈ പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലുകളിലെല്ലാം ഘടിപ്പിക്കും. അതോടൊപ്പം CCTV നിരീക്ഷണം ശക്തമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജയിലിനകത്ത് തടവുകാർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടിയുണ്ട്. പക്ഷേ ഇവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം. ഈ ഗോവിന്ദചാമിയുടെ കേസ് എടുത്ത് നോക്കിയാൽ ആ സെല്ലിനകത്ത് 2 പേരുണ്ടായിരുന്നു. ഗോവിന്ദചാമിയെ കൂടാതെ മറ്റൊരു സഹതടവുകാരനുണ്ടായിരുന്നു. ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ ഏകാന്ത ജയിലിലല്ലേ പാർപ്പിക്കേണ്ടത്? ഇപ്പോൾ ഇത്തരമൊരു സംഭവവികാസം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിയ്യൂരിലേക്ക് മാറ്റിയപ്പോൾ
ഗോവിന്ദചാമിയെ ഏകാന്ത തടവിൽ പാർപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്? ഇതുപോലുള്ള പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതമുള്ള വ്യക്തികൾക്ക് ഇതുപോലെ ഏകാന്ത തടവല്ലേ വേണ്ടത്? അത്തരം ഒരു നടപടിയൊക്കെ ഉണ്ടാകുമോ? അത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി നേരത്തെ സ്വീകരിക്കാതിരുന്നത്? ഇപ്പോൾ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കേണ്ടിയിരുന്നോ? ഇതിൽ കൃത്യമായ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ എന്ന കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ ആക്ഷേപമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ ജയിൽ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. സുരക്ഷാ വീഴ്ചയിൽ ജീവനക്കാരുടെ പങ്ക് കൂടി ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നൊരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണം എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അത്തരത്തിൽ ജീവനക്കാരുടെ ഒരു അറിവില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ഒരു കാരണവശാലും ഒരു പ്രതിക്കും ചെയ്യാനാവില്ല എന്നൊരു വിലയിരുത്തൽ ജയിൽ വകുപ്പിന് ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുമെന്നും അതോടൊപ്പം ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉറപ്പുവരുത്തുമെന്നും കൂടി ജയിൽ മേധാവി ഇന്നലെ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതികളെ ഈ പാർപ്പിക്കുന്ന സ്ഥലങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നതിനപ്പുറത്ത് ജീവനക്കാരുടെ കൃത്യമായ പ്രവർത്തനം, അതായത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്, തടവുകാരുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സൗഹൃദങ്ങൾ ഏതെങ്കിലും തടവുകാരുമായി ജയിൽ ജീവനക്കാർ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം ഇപ്പോൾ നീളുന്നത്. യെസ്, വ്യക്തമാണ്. അത് KV ബൈജു കൂടി ചേർന്നുണ്ട്. ഡാൻ തുടരുക ബൈജുവിലേക്ക്. ബൈജു, ഇവിടെ ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അതായത് ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ മൊഴികളിൽ, അതായത് ഗോവിന്ദചാമിയുടെ മൊഴികളിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തും നടക്കും, അതായത് പണം കൊടുത്താൽ എന്തും നടക്കും എന്ന ചില വെളിപ്പെടുത്തൽ കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികൾക്ക് എല്ലാ സൗകര്യങ്ങളും, കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഒക്കെ സുലഭമാണ് എന്ന് ഗോവിന്ദചാമി പറയുമ്പോൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ല. എന്താണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? തീർച്ചയായും ടോമെ, നമ്മുടെ ജയിലുകൾ, കേരളത്തിലെ ജയിലുകൾ അത് സുഖവാസ കേന്ദ്രമാകുന്നു എന്നാണ് ഗോവിന്ദചാമിയുടെ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മൊബൈൽ ആവശ്യത്തിന് മൊബൈൽ ഉപയോഗം, അതോടൊപ്പം ലഹരി ഉപയോഗം, ജയിലുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് ഈ ഗോവിന്ദചാമിയുടെ മൊഴി. അതോടൊപ്പം ഈ മൊബൈൽ പുറത്ത് പാലക്കാടുള്ള ഒരാളെ ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടു. ഇത്തരത്തിൽ ശെൽവം എന്ന് പറയുന്ന ഒരാളുമായാണ് ഇയാൾ ബന്ധപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ജീവനക്കാരുടെ മൊഴിയെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സഹതടവുകാരുടെ മൊഴിയെടുപ്പും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാലും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതായത് ഇയാൾക്കിവിടെ ജയിലിൽ ലഹരി യഥേഷ്ടം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മൊബൈൽ ഫോൺ വിളിക്കാനുള്ള സൗകര്യം, അതായത് സ്മാർട്ട് ഫോൺ വിളിക്കാനുള്ള സൗകര്യം, അത്തരത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒക്കെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കൊടും ക്രിമിനലാണ്, 65ഓളം കൊടും ക്രിമിനലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജയിലിലുള്ള മറ്റ്